എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അരുൺ. ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞങ്ങൾ അതിരപ്പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാവരും കൂടെ കൂടി അതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ, കോയമ്പത്തൂർ, പാലക്കാട് വഴി തിരിച്ച് വീട്ടിലേക്ക് വരാനായി തിരിച്ചൊരു യാത്രയാണ്. ഞങ്ങൾ അതിരപ്പള്ളിയിലെത്തി. അവിടുത്തെ ഒരു വ്യൂ അതിമനോഹരം തന്നെയായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ മഴയുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിച്ചു. അതുമാത്രമല്ല, നല്ല ക്ലൈമറ്റും. കുറച്ചുനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ മലക്കപ്പാറയിലേക്കുള്ള യാത്ര തിരിച്ചു. പുറത്തുള്ള ഒന്നും കാണാൻ സാധിക്കാത്ത വിധമുള്ള മഞ്ഞായിരുന്നു. ആ മഞ്ഞിൽ കൂടെ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ വണ്ടിയിൽ പതുക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. എന്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഒട്ടും തിരക്കില്ലായിരുന്നു. കാട്ടിൽ കൂടെ പതുക്കെയാണ് വണ്ടി നീങ്ങി പോയത്. സത്യം പറഞ്ഞാൽ വണ്ടിക്ക് അതൊരു പാട്ട് പോലും ഇട്ടിട്ടില്ല. ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം ഉള്ളത് കാരണം ഞങ്ങൾ അടിച്ചു പൊളിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെ യാത്ര തുടർന്നു. വണ്ടിക്കകത്ത് പാട്ടിടാനുള്ള കാര്യം പോലും മറന്നുപോയെന്നാണ് വണ്ടി ഓടിക്കുന്ന എൻ്റെ സുഹൃത്തായ അനന്തു പറഞ്ഞത്. വനത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇത് ചെന്ന് കയറുന്നത് വാൽപ്പാറയിലേക്കാണ്. സത്യം പറയാലോ, വാൽപ്പാറയിൽ ചെന്നുള്ള ഒറ്റ ദൃശ്യങ്ങൾ പോലും എടുക്കാൻ സാധിച്ചില്ല. യാത്രയിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയത് കാരണം തന്നെ പലപ്പോഴും വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ഫോട്ടോയും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങളിതാ പൊള്ളാച്ചി കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലാണ്. ഉക്കടം മാർക്കറ്റിൽ കയറണമെന്ന് കരുതിയാണ് പോയത്. ഞങ്ങൾ കയറി, പക്ഷേ ഒന്നും വാങ്ങാൻ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവിടുത്തെ കുറച്ച് വ്യൂസൊക്കെ ഇങ്ങനെ എടുത്ത് യാത്ര തുടർന്ന് പോരുന്നു. വീഡിയോ എടുക്കേണ്ടത് കാരണം ഞാൻ തന്നെയാണ് വണ്ടിയുടെ മുന്നിലിരുന്നത്. പക്ഷേ ഫോണിൻ്റെ ഇച്ചിരി ക്ലാരിറ്റി കുറവുള്ളത് കാരണം ക്ലിയർ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. വരുന്ന വഴിക്ക് കണ്ട ഒരു ഹിൽ ഏരിയ ആണ്, പക്ഷേ എനിക്ക് വളരെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. ഒരുപാട് യാത്രയായി. സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം കോയമ്പത്തൂര് തങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിക്കാനായിരുന്നു തീരുമാനം. പക്ഷേ എല്ലാവരും പെട്ടെന്ന് നിന്നിട്ട് തീരുമാനം മാറ്റി. നമുക്ക് ഒറ്റ വെടിയിൽ അങ്ങ് വിടാം, നേരെ പിറ്റേ ദിവസം രാവിലെ അങ്ങ് വീട്ടിൽ ചെല്ലുമെന്ന് പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ രാത്രി 12 മണിയായി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ ബൈ.